ഹായ് ഫ്രണ്ട്സ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനായി ഒരു ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടി കീറി മുറിച്ചത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, അതായത് 2 ടീസ്പൂൺ കാശ്മീരി മുളക്, 1 ടീസ്പൂൺ സാദാ മുളക്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് തക്കാളി ചേർത്തൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നടുഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചൊന്ന് മെല്ലെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായി മിക്സായി എല്ലാ ഭാഗത്തും മസാല പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിച്ച് പരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളിയാണ്.